തേക്കിൻ മരങ്ങൾ കൊണ്ട് തണൽ പാകിയ നിലമ്പൂരിൽ നിന്ന് അല്പം സഞ്ചരിച്ചാൽ ചുങ്കത്തറയിൽ സ്ഥിതി ചെയ്യുന്ന മാർത്തോമ കോളേജിലെത്താം. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആ കലാലയമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി എത്തുമ്പോൾ ഓർത്തെടുത്തു പറയുന്നതെല്ലാം ആ മനോഹരമായ പ്രീ ഡിഗ്രി കാലത്തെക്കുറിച്ചാണ്. 90കളിൽ നടന്ന വിദ്യാർത്ഥി സമരങ്ങളും സംവാദങ്ങളും മൂർച്ചയേറിയ വാക്കുകളിൽ ഒരുക്കിയെടുത്ത പ്രസംഗവുമെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് സ്വരാജ് ഓർമ്മിച്ചെടുക്കുന്നത്. 31 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കോളേജിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അന്ന് കടന്നു വന്ന ക്യാമ്പസിൽ നിന്ന് ഇന്നുള്ള മാറ്റങ്ങൾ കൗതുകപൂർവ്വം കാണുകയായിരുന്നു ഞാൻ. വൃക്ഷങ്ങളെല്ലാം വലുതായിരിക്കുന്നു, പുതിയ ചില കെട്ടിടങ്ങൾ, എന്നാലും ഒട്ടും അപരിചിതത്വമില്ലാത്ത വിധമാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിലെ അധ്യാപകരാരും ഇപ്പോൾ ഇല്ല, എല്ലാവരും മാറി. പിന്നെ ലൈബ്രറി, ഈ ലൈബ്രറിയെ സംബന്ധിച്ചും ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ പല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഇവിടെ നിന്നാണ്. യൂറി അക്സ്യൂട്ടിന് എഴുതിയിട്ടുള്ള VI ലെനിൻ സമരജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ എന്ന് പറയുന്നൊരു പുസ്തകം ഇവിടെ ഈ ലൈബ്രറിയിൽ ഞാൻ ആദ്യം വായിച്ച പുസ്തകമാണ്. ആശയങ്ങൾ തമ്മിൽ പോരടിക്കും, വരാന്തകളിൽ മുദ്രാവാക്യം മുഴങ്ങും, ക്ലാസ് മുറികൾ പ്രസംഗങ്ങൾക്കായി കാതോർത്തിരിക്കും. സ്വരാജിനെ കേൾക്കാൻ ഒത്തുകൂടിയിരുന്ന ആ പ്രീ ഡിഗ്രി കാലം സുഹൃത്തുക്കളുടെ മനസ്സിലും മായാതെ നിൽപ്പുണ്ട്. ഒന്നും പറയാനില്ല, താരതമ്യത്തിന് അതീതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അന്നേ തന്നെ സ്വരാജ് എന്നുള്ളതാണ്. അവൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതൽ, ഫസ്റ്റ് ഡേ മുതൽ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ സ്വരാജ് എവിടെയാണോ പ്രസംഗിക്കുന്നത് ആ ക്ലാസ്സിലേക്ക് ഈ ക്യാമ്പസിലെ മൊത്തം ആളുകളും, ഈവൻ അധ്യാപകർ പോലും ദൂരെ നിന്നിട്ട് അവരുടെ പ്രസംഗം വീക്ഷിക്കുന്ന ഒരു കാലമുണ്ട്. ഇത് ബിനിജ ടീച്ചർ 1994 കൊമേഴ്സിന് 4th ഗ്രൂപ്പിൽ പഠിക്കുമ്പോൾ സ്വരാജ് മാനവിക വിഷയത്തിൽ അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. സ്വരാജ് ഒരിക്കൽ കൂടി കോളേജിലെത്തുമ്പോൾ കൂട്ടുകാരി മാർത്തോമ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിലും ആ ക്യാമ്പസ് കാലത്തെ കൂട്ടുകാർ ഒരിക്കൽ കൂടെ കണ്ടുമുട്ടി. സ്വരാജിന്റെ പ്രസംഗമാണ് ഇപ്പോഴും മനസ്സിലുണ്ട്. ഞങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ കയറി വന്ന് ഇലക്ഷൻ്റെ ടൈം ആകുമ്പോൾ പ്രസംഗം ഭയങ്കര ഇതാണ്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും, സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. 1996 പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞത്. 97 മാർത്തോമ കോളേജിൽ തന്നെ ബിരുദവും പഠിച്ചു. നല്ല രാഷ്ട്രീയക്കാരൻ, നല്ല വിദ്യാർത്ഥി, നല്ല പ്രാസംഗികൻ, ഇങ്ങനെയാണ് ആ ക്യാമ്പസ് കാലം സ്വരാജിനെ ഓർക്കുന്നത്. ക്യാമ്പസിലേക്ക് വരവേറ്റ SFIക്കാർക്കൊപ്പം ചിത്രമെടുത്തു, കണ്ടവർക്കെല്ലാം കൈകൊടുത്തു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സ്വരാജ് തൻ്റെ കലാലയമുറ്റത്തിൽ നിന്നും വോട്ട് ചോദിക്കാനായി അടുത്ത കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.